അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വെൽക്കം ടു ഫെയ്ത്ത് ടോക്സ് വിത്ത് ജംഷീർ. ഇന്ന് നമ്മളുള്ളത് കൊച്ചി പള്ളുരുത്തി സ്വദേശിയായ അൻവർ സാഹിബിൻ്റെ കൂടെയാണ്. അദ്ദേഹം 7 വർഷങ്ങൾക്ക് മുമ്പാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അൻവർ സാഹിബ്, താങ്കൾ 7 വർഷങ്ങൾക്ക് മുമ്പാണ് ഇസ്ലാം സ്വീകരിച്ചത്. 7 വർഷമായി ഇന്നത്തെ. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് താങ്കളുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ജോർജ് എന്നായിരുന്നു. ജോർജ്. അപ്പൻ്റെ പേര് മത്തായി എന്നായിരുന്നു. ഞങ്ങൾ 2 സഹോദരിമാരും 2 സഹോദരൻ, 2 ആണും 2 പെണ്ണും. മാഷാ അല്ലാഹ്. അങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ വീട് വിട്ട് ഇറങ്ങിയതാണ്. കാര്യം എൻ്റെ ഭാര്യയുടെ കുറ്റമൊന്നും ഞാൻ പറയൂല, അവരൊരു കുറ്റമില്ല, അതുകൊണ്ട് പറയില്ല. ഞാൻ പല ലഹരികളും ഉപയോഗിച്ച് എനിക്ക് തലക്കാകെ പിടിച്ച് ഇടിയും ബഹളവും പോലീസ് കേസും അങ്ങനെയൊക്കെ ആയി. ഞാൻ ചാലക്കുടി ജില്ലയിൽ നിന്നാണ്, ഞാൻ ഈ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചിരുന്നത്. 2 കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെ ഞാൻ വീട് വിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ അവരുമായിട്ട് ഒരു കാര്യങ്ങൾക്കും പോയിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നി ദീനിലേക്ക് വന്നാൽ എങ്ങനെയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളോട്, ഇസ്ലാം സുഹൃത്തുക്കളുണ്ട് പരിചയമുള്ള, അവരോട് പറഞ്ഞ് എനിക്ക് ഇസ്ലാം മതത്തിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ഇസ്ലാമത്തേക്ക് വന്നതിന് കുഴപ്പമൊന്നുമില്ല, ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് വേണം ചിന്തിക്കാൻ. കാരണം ഇസ്ലാമത്തേക്ക് വന്നാൽ നിങ്ങളുടെ മതത്തിൽ നിന്ന് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വക്കീൽ മുഖാന്തരം പേപ്പറിൽ എഴുതി എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ കൊടുത്ത് ഇതിലേക്ക് വന്നത്. അപ്പം നാട്ടുകാരുടെ ഇന്ന് എൻ്റെ ചർച്ചയിൽ നിന്നൊക്കെ ഭയങ്കര എതിർപ്പുകളൊക്കെ ഉണ്ടായി. തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് കുറേ നാൾ ഒളിവിലെന്ന് പറയാം, പേടിച്ചിട്ടില്ലെന്നും പറയാം, പേടിക്കാമെന്നും പറയാം. ഒളിവിലൊക്കെ അങ്ങനെ നിൽക്കേണ്ട ഒരു സംഭവം വന്നു. അതിനുശേഷം എനിക്കൊരു നല്ലൊരു ജീവിതം തന്നെ കിട്ടി. ഒരു വീടില്ലാഞ്ഞ്, പറയത്തൊക്കെ ആശ്വസിപ്പിക്കാൻ പറ്റിയ ആൾക്കാരില്ലാഞ്ഞ്, എൻ്റെ കംപ്ലീറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കണതും മറ്റതുമൊക്കെ ഭയങ്കര മാറ്റങ്ങൾ വന്നു. എന്നിൽ തന്നെ മാറ്റം വന്നു. അവസാനം 3 കൊല്ലം കഴിഞ്ഞ പിന്നെ ഞാൻ എൻ്റെ മതത്തിൽപ്പെട്ട ആൾക്കാരെ കണ്ടപ്പോൾ അവർ പറഞ്ഞ് പോയതിനൊന്നും തെറ്റില്ല, എന്നാലും നിനക്ക് ഭയങ്കര ശരീരത്തിന് മാറ്റങ്ങൾ വന്നു. കാര്യം ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഇരുന്നേച്ചത്, ശരീരവും ഇല്ല, ഒന്നുമില്ല. ഇത് തന്നെ വിചാരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഒരു വിചാരിച്ചോണ്ടാന്ന് വെച്ചാൽ. അങ്ങനെ ഇതിലേക്ക് വന്നിട്ട് പിന്നെ എനിക്ക് വെച്ചടി ഉയർച്ചയാണ്. ജോലിയൊക്കെ ജോലികളൊക്കെ പല സ്ഥലത്തൊക്കെ ജോലി ഉണ്ടായി, ദീനപരമായിട്ട് ജോലി ഉണ്ടായി. അല്ലാത്ത മതപരമായിട്ട് പറയാനാണ് ക്രിസ്ത്യൻ മേഖലയിലൊന്നും തന്നെ ജോലിക്ക് നിർത്തൂല. ഇതിൽ പോയ പിന്നെ അതുകൊണ്ടാണെന്നാണ് അവർ പറയണത്, നിർത്തൂല. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഈ ദീനിൽ എന്താ പറയുക, ഈ കശാപ്പിൻ്റെ പരിപാടിയായിരുന്നു. പന്നികളെ കശാപ്പ് ചെയ്യണത് നല്ല പൈസയുള്ള പണിയാണ്. അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. അതായിരുന്നു ജോലി, പന്നീനെ കശാപ്പ് ചെയ്യല. ഒരു 2 മണിക്ക് 3 മണിക്ക് ചെയ്താൽ 3-4 മണിക്കൂർ കൊണ്ട് ഞാൻ ദീനിലേക്ക് വന്നപ്പാട് 850 രൂപ എനിക്ക് കിട്ടുമായിരുന്നു ഒരു ദിവസം. പിന്നെ ചിലവ് മറ്റുള്ള എല്ലാ സാധനവും കിട്ടുമായിരുന്നു. എന്നിട്ട് ഞാനത് ഉപേക്ഷിച്ചു. അത് ഇതിലേക്ക് വരാൻ വേണ്ടി ബാറിൽ പോയ ജോലി അതെല്ലാം ഉപേക്ഷിച്ചു. ഇപ്പം എനിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ജോലി വേണം. ആർക്കും എന്നെ സഹായിക്കാൻ ആളുണ്ട്. 1000, 2000, 500 ഒക്കെ ആരെങ്കിലും തരും, അതെൻ്റെ കയ്യിൽ നിന്ന് ചിലവാകും. എനിക്കതല്ല, അങ്ങനെ സഹായിക്കാനല്ല ഞാൻ താല്പര്യം. പഠിച്ചവൻ്റെ പല പരീക്ഷണങ്ങളും പല ഇതുമൊക്കെ ഉണ്ടാവും, അതൊക്കെ ഞാൻ തരണം ചെയ്യണുണ്ട്. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ജോലി അന്വേഷിച്ച് കഴിഞ്ഞാൽ താടിയുടെ വിഷയം പറയും. എനിക്ക് താടി ഉള്ളതുകൊണ്ടാണ് ആ താടി പഠിച്ചിട്ട് വന്നാൽ ജോലിക്ക് നിൽക്കാമെന്ന് ഇസ്ലാം മതക്കാർ തന്നെയാണ് പറയണത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളുള്ള ആൾക്കാർ തന്നെയാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിമായ ആൾക്കാരൊക്കെ പറഞ്ഞത് നിങ്ങൾ താടി പഠിച്ചിട്ട് വരിക. അപ്പം ഞാൻ പറയും താടി നല്ലതല്ലേ, ദീനിലേക്കുള്ള നല്ല, അതൊക്കെ ശരിയാണ്. ഒരു ജോലിയുടെ സംബന്ധിച്ച് പല ആൾക്കാരും ഒക്കെ ഇവിടെ വന്നതുകൊണ്ട് നിങ്ങൾ താടി വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് പറയും. അപ്പം മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. കാര്യം ജോലിയിലല്ല, വീട്ടിൽ എത്ര ദിവസം എന്ന് പറഞ്ഞിരിക്കും. ഉമ്മാക്കാണെങ്കിൽ സുഖമില്ലാതെ അങ്ങനെ ഉമ്മ കിടക്കണം, ഭാര്യയാണെങ്കിൽ അങ്ങനെ, കുട്ടികളില്ല. ആദ്യത്തെ 2 കുട്ടികൾ, ഇപ്പോഴത്തെ കുട്ടികളൊന്നുമില്ല. പിന്നെ ഞാൻ ലോൺ എടുത്തേക്കണ പൈസ 6000 രൂപ വെച്ച് മാസം അടക്കണം.
അങ്ങനെയൊക്കെ പല പല ബുദ്ധിമുട്ടുകളാണ് വന്നത്. അപ്പോൾ പിന്നെ അധികം പരിചയക്കാർ മലപ്പുറം ജില്ലയിലില്ല, കൊച്ചിയിലാണ് പരിചയക്കാരുള്ളത്. വീട് വിട്ടിറങ്ങി എന്ന് പറഞ്ഞല്ലോ, അത് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പായിരുന്നു താങ്കൾ? ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്. എന്തായിരുന്നു അന്ന് വീട് വിട്ട് ഇറങ്ങാനുള്ള ഒരു കാരണം? വീട് വിട്ട് ഇറങ്ങാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഭാര്യനെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. ഉപദ്രവിക്കുമായിരുന്നു. ഈ ലഹരിയുടെ പുറത്ത്? ലഹരിയുടെ പുറത്താണ്. ലഹരിയാണ്, അല്ല വെറുതെ ആരും ചെയ്യണല്ല. ഭാര്യയുടെ പുറത്ത് പറയുമെന്ന് പറഞ്ഞാൽ അത് എൻ്റെ കയ്യിലും തെറ്റുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ കുറച്ച് ദിവസം പണിക്ക് പോയാൽ പിന്നെ വെള്ളമടിച്ചെല്ലാം നടക്കണം, വീട്ടിലെ കാര്യമൊക്കെ നടക്കണ്ടേ. അങ്ങനെ മക്കളൊക്കെ കൂടി എന്നെ വെറുക്കേണ്ട ഒരു അവസ്ഥ വന്നു. മക്കളും കൂടി എന്നെ വിളിക്കേണ്ട ഇതൊന്നുമില്ല. രാത്രിയായിരുന്നു. രാത്രി ഒരു 11 മണി 11:30 ആയപ്പോൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന്, അവിടെ നിന്ന് കൊച്ചിയിൽ ഞാൻ വന്ന് അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പള്ളിയുണ്ട് ചുള്ളിക്കയിൽ, അവിടെ വരാന്തയിൽ വന്ന് അങ്ങനെ കിടന്ന് നേരം വെളുപ്പിച്ച് പല പല ജോലിയുമായി പല പല ജോലി, സെക്യൂരിറ്റി ജോലി, ആപ്പ് ജോലി, ഈ ജോലിയായിട്ടൊക്കെയാണ് അങ്ങനെ നടന്നു വെച്ചത്. ദീനിലേക്ക് ഞാൻ വന്നേനി 1-2 ആഴ്ച മുന്നാണ് ഈ ലഹരി കംപ്ലീറ്റ് നിർത്തിയത്. അൽഹംദുലില്ലാ. ഇപ്പോഴും എനിക്ക് മനസ്സിന് പറഞ്ഞാൽ തീരാത്തൊരു ഇതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയിലല്ല, ദിവസം ഇത് തന്നെ പണിയാണ്. മദ്യവും പുകവലിയും എല്ലാം ഉണ്ട്. രാവിലെ പണിയെടുക്കുക, വൈകുന്നേരം പോയി മദ്യം കഴിക്കും. കയ്യിൽ കിട്ടണ കാശ് കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ ഇഷ്ടം പോലെ ആൾക്കാർ പറയും. പുകവലിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, തെറ്റാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ അവരെ ചീത്ത പറയും. ഇന്നിപ്പോൾ ഞാനത് അനുഭവിക്കുന്നുണ്ട്. ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഒരാൾ പുകവലിച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ല് എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എനിക്ക് എന്താ പറഞ്ഞാൽ തീരാത്ത അസ്വസ്ഥതകളാണ്. അതുപോലെ മദ്യപിച്ചിട്ട് ബസ്സിൽ കയറി അല്ല മറ്റുള്ള ആരെങ്കിലും മദ്യപിച്ച മണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാൽ തീരാത്തുണ്ട്. അപ്പം ഞാൻ എന്തോരം ദ്രോഹങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ആലോചിക്കും. ആ മണം വരുമ്പോ അട്രാക്ഷൻ ആണോ അതല്ല അതിനോട് വെറുപ്പാണോ? അതിനോട് വെറുപ്പ്. ഈ പുകവലി നമുക്ക് ഇങ്ങോട്ട് വരുമ്പോ അതിനോടുള്ള വെറുപ്പും, മദ്യപിക്കുമ്പോ അതിനോടുള്ള ഇതൊക്കെ കുടിച്ച് നടന്നിരുന്ന ആളാണ്. നമ്മള് ഇത് രാവിലെ തൊട്ട് രാത്രി വരെയാണ്. അല്ലാതെ രാവിലെ ഇത്തിരി കഴിച്ച് പിന്നെ കഴിച്ചല്ല. പിന്നെ കണ്ണി കണ്ടതൊക്കെ ഇവിടെ നിന്നൊക്കെ എടുത്ത് വിറ്റ് വിളക്കി വീട്ടിൽ നിന്നൊക്കെ കുറെ ഫാൻ വരെ കഴിച്ചുകൊണ്ട് വിൽക്കുകയൊക്കെ ചെയ്തു. ഇതിപ്പോ പ്രേക്ഷകർ കേട്ടോണ്ട് കാര്യമില്ല, കുഴപ്പമൊന്നും എനിക്കില്ല. കാര്യം സത്യം ഞാൻ തുറന്നു പറഞ്ഞാണ്. അല്ല, ചെറുപ്പത്തിലെ ഈ ശീലം ഉണ്ടായിരുന്നു? ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു? ചെറുപ്പം തൊട്ട് എനിക്കുണ്ടായിരുന്നു. ഒരു 20-22 വയസ്സ് തൊട്ട് ഞാൻ ഹെൽപ്പറായിട്ട് പോയിക്കൊണ്ടിരുന്ന ഈ മാർബിൾ പണിക്കാരൊക്കെ കൂടി. അങ്ങനെയാണ് ഈ കുടിയിൽ നിന്ന് പഠിച്ചത്. ആദ്യം ഇത്തിരി കുടിച്ചിക്കാൻ പറഞ്ഞ് വേണ്ട നിർബന്ധിച്ച് പിന്നെ ഇത്തിരി തന്ന് അങ്ങനെ കുടിച്ച് പിന്നെ കല്യാണം കഴിച്ചിട്ടും മദ്യപാനമാണ്. ഇത് നിൽക്കാതെ വരുമ്പോഴാണ് അവരെ ഉപദ്രവിക്കലും. പിന്നെ വീട്ടിലുള്ള എന്തെങ്കിലും സാധനം ഫ്രിഡ്ജ് വരെ ഞാൻ വിറ്റിട്ടുണ്ട്. അത് ഈ മദ്യത്തിന് ഒരു ഇതുകൊണ്ട് ചെയ്തതാണ്. മദ്യം വാങ്ങാൻ പണം കാണണ്ടേ? ആൾക്കാരോട് പല പല നുണകൾ പറഞ്ഞ് പൈസ മേടിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ ഒരു 7 കൊല്ലം കൊണ്ട് അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ടുള്ളൊരു ജീവിതമാണ്. മാഷാ അല്ലാഹ്. ഈ ചെറുപ്പം തൊട്ടേ തുടങ്ങിയ ഈ ശീലം അത് ഒഴിവാക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രയാസകരമായ ഒരു കാര്യമാണ്. എങ്ങനെയാണ് താങ്കൾക്ക് അതിന് കഴിഞ്ഞത്? എനിക്ക് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അത്ഭുതങ്ങൾ തന്നെയാണ്. വൈറ്റിലയിൽ ഒരു പള്ളിയുണ്ട്. അപ്പോൾ ഞാൻ കുടിച്ചോണ്ടിരിക്കുന്ന ചെറിയ സാഹചര്യം നോർമലായിട്ടുണ്ട്, നിർത്തിയിട്ടില്ല, ദീനിലേക്ക് വന്നിട്ടുമില്ല. വൈറ്റിലെ പള്ളിയിൽ പിന്നെ മുസ്ലിം പള്ളി കുറച്ച് മുസ്ലിം സുഹൃത്തുക്കൾ എന്നാ പറഞ്ഞത്, നമുക്ക് അവിടെ ജുമ എന്ന് പറഞ്ഞ പരിപാടി നടക്കുന്നുണ്ട് വെള്ളിയാഴ്ച. ജുമ ഗുത്തുബ എന്നൊക്കെ പറയും. ഗുത്തുബ എന്നൊക്കെ ഇപ്പം നമുക്കറിയാം. അപ്പം ഇന്ന കാര്യത്തിൽ നമുക്കൊന്ന് പോയിരിക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പം അവർ ഒതു എടുക്കണ ഇത് എന്നെ കാണിച്ചു തന്നു. അങ്ങനെ ഒതു എടുത്ത് 2-3 ആഴ്ച ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ നിസ്കരിക്കാനുള്ള ഇതിലൊക്കെ പോയി. മുസ്ലിം ആയിട്ടില്ല. മുസ്ലിമേ ഞാനായിട്ടില്ല. അപ്പൊ ഞാൻ കുടിക്കൊന്നുമില്ല. വൈകുന്നേരം കുടിക്കും. അപ്പൊ കുടിച്ചാൽ അവരും മണം കേൾക്കൂല. ഈ കുട്ടിയുടെ കാര്യം അതാണ്. അപ്പൊ ഞാൻ മദ്യപിക്കൊന്നുമില്ല, രാവിലെ മദ്യപിക്കൂല, സെക്യൂരിറ്റി ആയിട്ടൊക്കെ നിക്കണല്ലേ. അപ്പൊ സാധനം അവിടെ ഉണ്ടാവും. വൈകുന്നേരം കഴിക്കും, വൈകുന്നേരം ഇവര് വരൂല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴും കഴിക്കാൻ പാടില്ല. അവര് കണ്ടാലും കണ്ടില്ല, അള്ളാഹ് കാണലില്ലേ? ആ ബോധം അന്നില്ല. അള്ളാഹ് കാണണ്ടേ? ഇന്ന് നമുക്ക് പടച്ചവനെ എനിക്ക് പേടിയാണ് എന്തെങ്കിലും കാര്യത്തിൽ. ഏറ്റവും കൂടുതൽ ഞാൻ പേടിക്കണ അള്ളാഹുവിന്. എന്നിട്ട് അങ്ങനെ പള്ളിയിൽ പോകും. അങ്ങനെ ഒരു 4 ആഴ്ചത്തോളം പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോ പോയിരുന്ന് അപ്പൊ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോ അവര് പറഞ്ഞു പള്ളിയിൽ ആൾക്ക് ദീനിലേക്ക് വരാനുള്ള ഒരു താല്പര്യമുണ്ട്.
പക്ഷെ അതിലേക്ക് ഒരു ഉൾക്കൊള്ളാൻ ആളെ കൊണ്ട് പറ്റണില്ല. ഈ പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കും, കുത്തുബകളൊക്കെ കേൾക്കും, കുത്തുബയൊക്കെ കയറും. ആദ്യമായിട്ട് അങ്ങനെ പള്ളിയിലൊക്കെ ഇരുന്ന് അത് കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കേൾക്കും, അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകും. അസ്വസ്ഥയാണ്, ഈ സാത്താൻ്റെതാണ് അസ്വസ്ഥയാണ്, നമുക്ക് അതിൽ ഉൾക്കൊള്ളാൻ പറ്റണില്ലല്ലോ. പിന്നെ അവര് എനിക്കൊരു ബുക്ക് തന്നു, ഏകദൈവ വിശ്വാസം എന്നും പറഞ്ഞു ഒരു തന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, വായിച്ചു കഴിഞ്ഞപ്പോ കുറച്ച്. ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ ദീനിലേക്ക് മതത്തിലേക്ക് പോകാന്നാണ്. ഞാൻ ദീനിലെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോഴത്തെ ഇതിൽ അങ്ങനെയാണ് പോവാന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാരും കൂടി താല്പര്യം എടുത്ത് പള്ളുരുത്തില്. നിങ്ങളെ നിർബന്ധിച്ചതാണോ ആരെങ്കിലും? അതല്ല നിങ്ങൾ സ്വമേധയാ? ഞാൻ സ്വയമേ, എന്നെ ഒരാളും ഇതിലേക്ക് വരാനും പറ്റില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ദീന് സ്വീകരിച്ച ശേഷം താങ്കൾക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്ന് പറഞ്ഞു. അത് ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? ആ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ, ഞാൻ കൊച്ചിയിൽ പോവും. അന്ന് താടിയൊന്നും ഇങ്ങനെ ഇല്ല, ഈ താടി വെക്കലില്ലല്ലോ, ഞാൻ ക്ലീൻ ഷേവായിരുന്നു, താടി വെക്കലില്ല. അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ അത് നിക്കാഹ് കഴിച്ചിട്ട് ഏതാണ്ട് 3 മാസം 4 മാസമൊക്കെ എത്തുമ്പോഴല്ലേ ഞാൻ പോണത്. അങ്ങനെ പോകാൻ നേരത്ത് ചർച്ചിൻ്റെ അതിൽ നടന്നു പോകും. ഇപ്പം എന്നെ വ്യക്തമായിട്ട് കാണാം. ഇന്നിപ്പോൾ എന്നെ തിരിച്ചറിയാൻ പറ്റണില്ല, അന്ന് എന്നെ വ്യക്തമായിട്ട് കാണാം. എടാ ജോർജ്, നീ ഇങ്ങനെ കാക്കാമാരുടെ ഇതിൽ കയറി, അവിടെ അങ്ങനെ പറയുള്ളേ, മുസ്ലിം എന്ന് പറയുന്നത്, നീ കാക്കാമാരുടെ ഇടയിൽ കയറിയില്ലേ, ഏറ്റവും വലിയ തെറ്റാണ് കേട്ടാ. യേശുവിനെ മറന്നോട് ചോദിച്ചു. മറി യേശുവിനെ മറന്ന്, യേശു പ്രവാചകനല്ലേ? ആരാണ് യേശു? ദൈവമൊന്നും അല്ലല്ലോ. അവിടെ ഞാൻ പോണത് പള്ളിയിൽ പോണെന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിസ്കരിക്കും പോകുന്നല്ലാതെ അവിടെ ഒരു വിഗ്രഹവും ഇല്ല. അപ്പൊ നിങ്ങന്ന് പറഞ്ഞാൽ വർഗീത പുണ്യാളൻ, പത്രോസ് പുണ്യാളൻ, ഇവരോട് ഞാൻ പറഞ്ഞു മറ്റുള്ള പുണ്യാളന്മാരും പിന്നെ മറിയമ്മ അത് ഇതൊക്കെ ആയിട്ടാണിത്, ഫോട്ടോകളാണ്, എന്നിട്ടാണ് ഇത് ചെയ്യണം. അവിടെ ഒരു ഫോട്ടോ ഇല്ല, ബാസ അല്ല ഇൻസ അല്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ സ്റ്റിക്കറിൽ എഴുതി വെച്ചേക്കണം അല്ലാതെ ഞാൻ ഇതിൽ അല്ലാതെ അവിടെ ഒരു ഇതും ഇല്ല. നീ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യാനായ മറ്റവനെ മറിച്ചവനെ എന്ന് പറയാൻ എൻ്റെ ഷർട്ടിൻ്റെ ഇത് കയറി പിടിച്ച്. അപ്പൊ നമ്മുടെ ആള് കയറി പിടിച്ചു. ഇവിടെ കയറി പിടിച്ചു. ഞാൻ കൈ തട്ടി മാറ്റാന്ന് പറഞ്ഞു, എൻ്റെ ഇവിടെ നിന്ന് വിടറാന്ന്. വീട്ടിലെ നീ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ചെയ്യണ ആരും എനിക്കറിയാം. അപ്പൊ എൻ്റെ കൂടെ വേറൊരു ചക്കരണ്ട മുസ്ലിം. അപ്പൊ അവൻ പറഞ്ഞ് ഓരോരുത്തർക്കും ഒരു മതത്തിൽ പോണതിന് നിങ്ങ ഇത്ര ഇതെന്ത് പിടിക്കണം? ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഇപ്പൊ മുസ്ലിം ക്രിസ്ത്യാനിലേക്ക് വന്നേക്കണതാണ്, ക്രിസ്ത്യാനി മുസ്ലിം അതിന്റെ അല്ല, ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂല. ഇവൻ പോയേന് ഇവൻ നല്ല ക്ലാസ് എടുക്കല്ലോ. ഞാൻ ഇപ്പൊ ഈ നമ്മൾ ഈ മദ്രസയിൽ പഠിപ്പിക്കണോട്ട് അവിടെ ഞാൻ ഇതൊക്കെ പഠിപ്പിക്കും, വേദപാഠങ്ങൾ എന്നാണ് പറഞ്ഞത്, അതൊക്കെ പഠിപ്പിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അത് കാരണമാണ് നിങ്ങളെ അത് ഇത് ബുദ്ധിമുട്ടിക്കരുതും. കാര്യം എന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടിച്ച് എന്തുണ്ടാണോ കണ്ട ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങനെ നടന്നു വന്നിട്ട് പിന്നെ ഞാൻ പള്ളിയിൽ ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് നാളത്തെ കയ്യിൽ. ഇപ്പൊ പള്ളി ടൈമിനൊക്കെ പോകും ഞാൻ. ഞങ്ങക്ക് 2 പെണ്ണും 2 ആണും ഉള്ളത്. അതിൽ ഒരാളുടെ വീട്ടിൽ മാത്രമേ ഞാനിപ്പോൾ പോവുള്ളൂ. അത് പോകാൻ കാര്യം എന്താ, ഈ കൊച്ചിയിൽ ഇസ്ലാം മതക്കാർ ഒരു 80% താമസിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു 10% ക്രിസ്ത്യാനികൾ താമസിക്കുന്നത്. അത് കാരണം കൊണ്ട് എന്നോട് ഇത് പെങ്ങളുടെ വീട്, ഇവിടെ നിന്ന് നേരെ മുസ്ലിമിന്റെ വീട്, ഇവിടെ നേരെ മുസ്ലിമിന്റെ വീട്, ഇങ്ങനെ. അത് കാരണം ഞാൻ ചെല്ലുമ്പോ ഒന്നും പറയൂല. അവർക്കറിയാം മുസ്ലിങ്ങള് ആരാണെന്നുള്ളത്, ആരാണെന്ന് അവർക്കറിയാം. അവരത് തന്നെ ചെന്നപ്പോ തന്നെ പറഞ്ഞു, നീ ഇസ്ലാം മതത്തിലേക്കായി, നിന്റെ ഇഷ്ടമല്ലേ, ഞങ്ങൾ അതിനൊരു എതിരില്ല. കാര്യം എന്താണ്, അവിടെ ഭൂരിഭാഗം മുസ്ലിം. അതേസമയം വേറൊരു പെങ്ങളുടെ വീട്ടിൽ ചെന്നാൽ ഓരോ ഏരിയയിൽ ഓരോ നാട്ടിൽ വേറൊരു ഏരിയയിലൊക്കെ ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്രിസ്ത്യൻ സമൂഹം മാത്രമേ മുസ്ലിം ഇല്ല. അപ്പൊ അവരാണ് എന്നെ കയറ്റിക്കാത്തത്. നീ ഇസ്ലാം മതത്തിലേക്ക് പോയില്ല, നിനക്ക് എത്ര ലക്ഷം രൂപ തന്നു? ഞാൻ വീട് വെച്ചാലൊക്കെ അവർക്കറിയാം. അള്ളാഹുവിനാണ് ആ സത്യത്തിൽ. ആരെങ്കിലും എനിക്ക് 10,000 20,000 രൂപ തന്ന് സഹായിച്ചിട്ടുണ്ട് പേരക്ക്. ഇത് എടുക്കുന്ന സമയത്ത് എൻ്റെ ബന്ധുക്കളോട് പറഞ്ഞ്, എൻ്റെ ബന്ധുക്കൾ എന്നെക്കാളും ദീനിലോട്ടൊക്കെ നല്ല പ്രവർത്തി, നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് തന്നെ വീടുണ്ടാക്കിയത്. അപ്പൊ അവരോട് അന്ന് ഞാൻ എന്നോട് ഇവിടുന്ന് പറഞ്ഞു വിട്ടെ പറഞ്ഞു, അന്വർക്ക് ആ വീട് എന്തൊക്കെ സാധനം വെക്കണമെങ്കിലും പിന്നെ പലിശക്ക് പൈസ എടുക്കാൻ പാടില്ലെന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ ആ രീതിയിലാണ് പോയിരുന്നു വെച്ചത്. അതിൽ ഒരു 60,000 രൂപ മാത്രം ഭാര്യയുടെ ബന്ധുക്കൾ എനിക്ക് തന്നു. അത് ഫ്രീ ആയിട്ടല്ല, കയ്യിലുള്ളപ്പോ കൊടുത്താൽ മതി എന്നുള്ള ഇതിനാണ് 60,000 രൂപ തന്നത്. പൈസ ഉള്ളവരാണ്, എന്നാലും ഇതുവരെ ചോദിച്ചിട്ടില്ല. സ്വന്തമായി അധ്വാനിച്ച് വീടുണ്ടാക്കി. പക്ഷെ ആളുകൾ പറയുന്നത് ദീനിലേക്ക്
ദീനിലേക്ക് വന്നു കഴിഞ്ഞിട്ട് മിക്കവരും പറഞ്ഞതാണ് മലപ്പുറം ജില്ല 99% മുസ്ലിം താമസിക്കുന്ന ഏരിയയാണ്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ വ്യത്യാസമുണ്ട്. ഏത് ദുനിയാവിൽ പോയാലും കേരളത്തിൽ പോയാലും കേരളത്തിൻ്റെ ഏത് നാട്ടിൽ പോയാലും 99% സ്വൈര്യ ജീവിതം ഉള്ളത് ഹിന്ദുക്കൾ തന്നെ അഭിമുഖം ഞാൻ കേട്ടിട്ടുണ്ട് യൂട്യൂബിൽ. അവര് തന്നെ പറയണത് മലപ്പുറം ജില്ലയിലെ പോലെ ഇത്ര സ്നേഹസമ്പന്നമായ ഒരു സ്ഥലം ഈ ഒരു സ്ഥലത്തും ഇല്ല. അവര് 2 കൊല്ലം 1 കൊല്ലത്തേക്കൊക്കെ പഠിപ്പിക്കാനും മറ്റുള്ള ജോലിക്കായിട്ട് മലപ്പുറത്ത് വന്നിട്ട് ഇപ്പോഴും പോകാത്ത ആൾക്കാരുണ്ട്. തിരുവനന്തപുരത്തുകാരും കൊല്ലംകാരും ഒക്കെ. എനിക്ക് അത്ഭുതപ്പെടുന്നു. അവരുടെ അഭിമുഖം ഞാൻ കേട്ടതാണ്. ഞാൻ ഈ കൂടുതൽ വാർത്ത അഭിമുഖമൊക്കെ കേൾക്കുന്ന ആളാണ്. അപ്പൊ അത് ഞാൻ കേട്ടിട്ടുണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ വന്ന് ഇങ്ങനെ നിന്നത്.